നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്വീൻ ഓഫ് സ്വാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. വളരെ ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്ത് വളരെ സ്ട്രിക്റ്റ് റൂൾസൊക്കെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വളരെയധികം സത്യസന്ധതയുള്ള ആൾക്കാരായിട്ട് ഇപ്പം നിങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ആരെയും പ്ലീസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. എനിക്ക് എൻ്റെ ലോകം, എന്നെ അംഗീകരിക്കുന്നവർ മാത്രം എൻ്റെ കൂടെ നിന്നാൽ മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ജസ്റ്റിസാണ്. നിങ്ങൾ ആ ജസ്റ്റിസിൻ്റെ കൂടെയാണ് നിങ്ങളെപ്പോഴും വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നതെന്നാണ് കാണിക്കുന്നത്. എപ്പോഴും സത്യം, നീതി, അതിൻ്റെ കൂടെയാണ് നിങ്ങളെപ്പോഴും നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങളുടെ സത്യത്തിൽ നിങ്ങൾ ഉറച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. 6 of Wands ആണ്. അതുകൊണ്ട് തന്നെ ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ ആയിരിക്കും വിജയം വരുന്നതെന്നുള്ളത്. ഇപ്പോൾ എന്തായാലും ഒരു സ്റ്റക്ക് എനർജിയിലാണ് ഇരിക്കുന്നതെങ്കിൽ അതൊക്കെ മാറാനായിട്ട് പോകുന്നുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട് പോവാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക, പണം സമ്പാദിക്കുക, നിങ്ങളുടെ ലൈഫ് ഒറ്റയ്ക്കിരുന്ന് എൻജോയ് ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ്, ദൈവാനുഗ്രഹം ഉള്ള ആൾക്കാരാണ്. ലൈഫിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പഠിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. 6 of Swords ആണ്. ഇപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന ഒരു സമാധാനമാണ്. ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് സമാധാനമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഒരുപാട് ലൈഫ് സിറ്റുവേഷനിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് ചീറ്റിങ് കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു നീതി കിട്ടാത്ത സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടാകും. ഇപ്പോഴായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായിട്ടുള്ളത്. ഒരുപാട് ഭയവും പേടിയും എല്ലാം കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇല്യൂഷനിൽ പെട്ടുപോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാനായിട്ട് പഠിച്ചു എന്നുള്ളതിവിടെ നമുക്ക് കാണാനായിട്ട് പഠിക്കും. അത് ലൈഫിൽ വന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങളതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പേജ് ഓഫ് വാൻഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിനി ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ലൈഫിനെ വളരെ പാഷനേറ്റായിട്ട് കാണാനായിട്ട് പഠിച്ചു. ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. എല്ലാത്തിനെയും നിങ്ങളുടെ എന്താ പറയുക, ഒരു വലിയൊരു തരത്തിലേക്ക് കാണാനായിട്ട് പഠിച്ചിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്കിപ്പോൾ എല്ലാം എന്താ പറയുക, നിങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് പോലെയാണ്. 5 of Wands ആണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും മനസ്സിൽ ചെറുതായിട്ടുള്ള ഇന്നർ കോൺഫ്ലിക്ട്സുകൾ ഉണ്ട്, ആശങ്കകളുണ്ട്. എങ്കിൽ തന്നെ അതൊക്കെ മാറും. ഉറപ്പായിട്ടും അതിനൊരു മാറ്റം സംഭവിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളൊരു ഫാമിലി ആഗ്രഹിക്കുന്നുണ്ട്. ഫാമിലി ഹാപ്പിനെസ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് സംഭവിക്കാനായിട്ട് പോകുന്നുണ്ട്. കിങ് ഓഫ് സോഡ്സും ക്വീൻ ഓഫ് സോഡ്സും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പാർട്ട്ണറിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരുന്ന ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ, നിങ്ങളെ അംഗീകരിക്കുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഹീലിംഗ് നിങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എത്തിച്ചേരുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളത് വിട്ടുപോയിട്ടുള്ള വ്യക്തി ഫാമിലി ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തിയാണ് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെ തിരിച്ചു വരാനായിട്ട് സാധ്യത ഉണ്ട്. കാരണം ഇവിടെ 5 of Pentacles ആണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ വ്യക്തി തന്നെ തിരിച്ചു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലാത്തവർക്ക് പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്.